ഭർത്തൃവീട്ടിൽ നേരിട്ടത് വലിയ മാനസിക പീഡനമെന്ന് കണ്ണൂരിൽ 3 വയസ്സുള്ള കുഞ്ഞുമായി പുഴയിൽ ചാടി ജീവനൊടുക്കിയ റീമയുടെ ആത്മഹത്യാക്കുറിപ്പ്. എല്ലാ പീഡനങ്ങൾക്കും ഭർത്താവ് കമൽരാജ് കൂട്ടുനിന്നുവെന്നും മാതാവിന്റെ വാക്കുകേട്ട് വീട്ടിൽ നിന്ന് ഭർത്താവ് ഇറക്കിവിട്ടെന്നും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. ഭർത്താവ് വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് മകൾ കടുംകൈ ചെയ്തതെന്ന് റീമയുടെ പിതാവ് മോഹനൻ 24നോട് പറഞ്ഞു. പിതാവിന്റെ പ്രതികരണം: അതിലെഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണ്. കാരണം അതേ പീഡനം തന്നെയാണ് മോൾക്ക് അനുഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. അവൻ അമ്മയുടെ വാക്ക് കേട്ട് മാത്രം പ്രവർത്തിക്കുന്നത്. എൻ്റെ മോൾക്കും കുട്ടിക്കും അവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. കൂടുതൽ ഫീൽ ചെയ്തിട്ടുണ്ടാവുക അവൻ കുട്ടീനെ എടുത്ത് കൊണ്ടുപോകുന്നില്ല. ആ ഒരു ഭീഷണി കേട്ടപ്പോഴുള്ള പെട്ടെന്ന് മെൻ്റൽ ഷോക്കായി. അവൾ കത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യം തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള ഈ നരഭോജികൾക്ക് ഈ കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ വഹിച്ചു. അത് എൻ്റെ അപേക്ഷയിൽ. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, കഴിഞ്ഞ ദിവസം തന്നെ ഈ പെൺകുട്ടി നേരിട്ടത് എത്രത്തോളം കടുത്ത മാനസിക പീഡനമാണ് എന്നതിൻ്റെയൊക്കെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. കുടുംബം പറയുന്നത് എന്താണ്? പോലീസ് അന്വേഷണം എങ്ങനെയാണ്? അനുജ, നിലവിൽ പഴയങ്ങാടി പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. അതിനുശേഷം അതിന് കൂടുതൽ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. റീമയുടെ കുടുംബത്തിന് പിതാവിൻ്റെയും മാതാവിൻ്റെ ഉൾപ്പെടെ മൊഴി ഇന്നലെ പോലീസ് വീട്ടിലെത്തി രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം ആത്മഹത്യാക്കുറിപ്പ് നേരത്തെ തന്നെ അദ്ദേഹം വീട്ടിൽ നിന്ന് പോലീസ് ശേഖരിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ തെളിവുകൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതോടൊപ്പം റീമ ഭർത്താവ് കമൽരാജിനോട് സംസാരിക്കുന്ന ഓഡിയോ സന്ദേശങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ഈ മകനെ തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ട് സമ്മർദ്ദവും ഭീഷണിയും ഉണ്ടായിട്ടുണ്ട് എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഓഡിയോ സന്ദേശത്തിലുണ്ട് എന്നതാണ് പറയുന്നത്. പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരവും അങ്ങനെയാണെങ്കിൽ ഇത്രയധികം തെളിവുകളുണ്ട്. എന്തുകൊണ്ട് ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുന്നില്ല എന്നതാണ് കുടുംബം ആരോപിക്കുന്നത്. അത്തരം വകുപ്പുകൾ ചുമത്തി കർശനമായ നടപടി വേണം എന്നതാണ് റീമയുടെ കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതിൽ ഈ ആത്മഹത്യക്കുറിപ്പിൽ നേരത്തെ തന്നെ ഇപ്പോൾ അനുജ് സൂചിപ്പിച്ചതുപോലെ അന്ന് ആത്മഹത്യ ചെയ്ത ദിവസം തന്നെ ഈ കുടുംബം ആരോപിച്ചിരുന്നു ഇതിന് പിന്നിൽ വീട്ടുകാരുടെ പീഡനമാണ്, ഭർത്താവിൻ്റെ പീഡനമാണ്. വിവാഹം ചെയ്തതിന് ശേഷം പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള പീഡനം തൻ്റെ മകൾ നേരിട്ടിരുന്നു. വീട്ടിൽ ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഈ ഭർത്താവിൻ്റെ മാതാവ് അവർ പറയുന്നത് പോലെ മാത്രമാണ് ഈ ഭർത്താവിൻ്റെ ഭാഗത്ത് നടപടികൾ ഉണ്ടായിരുന്നത്. മാതാവ് പറയുന്നത് കേട്ട് കുട്ടിയെയും അതോടൊപ്പം തന്നെ റീമയെയും ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അതിനുശേഷം ഈ ഭർത്താവ് കമൽരാജ് ഗൾഫിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം ഈ സംഭവം നടക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് ആണ് തിരിച്ചു വന്നതിന് ശേഷം തൻ്റെ മകനെ തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമ്മർദ്ദവും തുടർന്നു. അത് പിന്നീട് ഒരു ഭീഷണിയായി മാറി. വീട്ടിൽ വന്ന് ഈ കുട്ടിയെ എടുത്തുകൊണ്ട് പോകൂ, ഈ റീമയോട് പറഞ്ഞത് താൻ എവിടെയെങ്കിലും പോയി മരിച്ചോളൂ, പക്ഷെ മകനെ തനിക്ക് വേണമെന്ന തരത്തിലുള്ള ഭീഷണിയും സമ്മർദ്ദവും ഉണ്ടായി. ഇങ്ങനെ ഇത് സഹിക്കാനാവാതെയാണ് ഇങ്ങനെ ഒരു കടുംകൈ മകനുമായി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത് എന്നതാണ് ആ കുടുംബം പറയുന്നത്. മറ്റെന്തെങ്കിലും ഒരു കാരണം റീമ ഈ മരിക്കുന്നതിന് വേണ്ടി മറ്റെന്തെങ്കിലും ഒരു കാരണമില്ല, ഇത് മാത്രമാണ് കാരണം. അതുകൊണ്ട് ആത്മഹത്യ പ്രേരണ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി കർശനമായിട്ടുള്ള നിയമ നടപടികൾ വേണം എന്നതാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. ആത്മഹത്യാക്കുറിപ്പിൽ മറ്റൊരു കാര്യം, നേരത്തെ തന്നെ ഇവർ ഈ ഗാർഹിക പീഡനം സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നു. ആ പരാതിയിൽ പോലീസ് നടപടി ഉണ്ടായില്ല എന്ന് സൂചിപ്പിക്കുന്ന ചില പരാമർശങ്ങളും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. തനിക്ക് നീതി ലഭിച്ചില്ല, തന്നെ പോലുള്ള പെൺകുട്ടികൾക്ക് ഈ നാട്ടിൽ നീതി ലഭിക്കുന്നില്ല എന്ന പരാമർശവും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. കണ്ണൂരിൽ 3 വയസ്സുള്ള കുഞ്ഞുമായി പുഴയിൽ ചാടി ജീവനൊടുക്കിയ റീമയുടെ ആത്മഹത്യാക്കുറിപ്പിലെ കൂടുതൽ വിവരങ്ങളാണ് അരുൺ പൂപ്പറമ്പ നൽകിയത്. ഭർത്താവും വീട്ടുകാരും തന്നിൽ ഏൽപ്പിച്ച പീഡനം, മാനസിക പീഡനം, അതിനെ തുടർന്ന് ഒരു ഘട്ടത്തിൽ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നൊക്കെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. അത് ഇപ്പോൾ ആരോപണം കുടുംബം ശരിവെക്കുകയാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടാകണം പോലീസ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്.